കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി സിബിഐ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി താജുദ്ദീൻ ചേർന്നു. താജുദ്ദീൻ, ഏത് സാഹചര്യത്തിലാണ് സിബിഐ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്? സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ 800 കോടിയോളം രൂപ വരുന്ന അഴിമതി ആരോപണങ്ങളെ കുറിച്ച് സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് INTUC നേതാവായ മനോജ് കടകംപള്ളി സമർപ്പിച്ച ഹർജി അനുവദിച്ചാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഡയറക്ടർ ബോർഡ് പിരിച്ചുവിടണമെന്നോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു. എന്നാൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സംസ്ഥാന സർക്കാർ ഈ ഡയറക്ടർ ബോർഡ് പിരിച്ചുവിട്ട് അന്വേഷണം നടത്തുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. CBI കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ റിപ്പോർട്ടുകളും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളടക്കം പരാമർശങ്ങളെ കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് അന്തർസംസ്ഥാന ബന്ധങ്ങളുള്ള കേസ് സംഭവത്തെക്കുറിച്ചും ഒപ്പം തന്നെ വിദേശത്തു നിന്നും കശുവണ്ടി ഇറക്കുമതി ചെയ്തതിനെ കുറിച്ചും വിശദമായ അന്വേഷണം, തലനാരിഴയുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ടെൻഡർ നടപടികളെയും കശുവണ്ടി വാങ്ങിയതിലെ ക്രമക്കേടുകളെ കുറിച്ചും 800 കോടിയോളം രൂപയുടെ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. കോർപ്പറേഷന്റെ ഇടപാടുകളെ കുറിച്ച് കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയും അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ കേസ് ഫയൽ ചെയ്തതിനു ശേഷം മാത്രമാണ് വിജിലൻസ് അന്വേഷണം തയ്യാറാണ് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതെന്ന് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. നേരത്തെ നടന്ന വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ സർക്കാർ തലത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടുവെന്നും കോടതി ഫയലുകൾ പരിശോധിച്ച ശേഷം കോടതി കണ്ടെത്തുകയായിരുന്നു. തലനാരിഴയുള്ള CBI അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് വ്യക്തമാക്കിയ കോടതി 2 ആഴ്ചക്കകം കേസ് ഫയലുകൾ CBI കൈമാറാനും ഉത്തരവിട്ടു. ജൂലി, വിവരങ്ങൾ നൽകിയത് താജുദ്ദീൻ. മറ്റു വാർത്തയിലേക്ക്. പാലായിൽ സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ പ്രതിയെ തിരിച്ചറിഞ്ഞു. കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു തന്നെയാണ് പ്രതിയെന്ന് പോലീസ്. കൊലപാതകം മോഷണശ്രമത്തിനിടെയല്ലെന്ന് ADGP വ്യക്തമാക്കി. മഠത്തിന് നേരെ ഇതിനു മുൻപ് ആക്രമണം നടത്തിയതും ഇയാൾ തന്നെയെന്ന് പോലീസ് പറഞ്ഞു. മഠങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുന്ന കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു ആലപ്പുഴയിലെ കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനിയാണ്. വിവിധ ജില്ലകളിൽ നിരവധി കേസുകളിൽ പ്രതിയായ മാനസിക വൈകല്യമുള്ള ഇയാൾ കുറെ നാളുകളായി ഈരാറ്റുപേട്ടയിലാണ് താമസിച്ചിരുന്നത്. ഈ മാസം 15-ന് രാത്രി സുഹൃത്തായ കിരണിന്റെ കൂട്ടിരിപ്പുകാരനായി സതീഷ് ബാബു മഠത്തിന് സമീപത്തെ ചെറുപുഷ്പം ആശുപത്രിയിലെത്തിയിരുന്നു. സിനിമ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങിയ ശേഷം ഇയാൾ ആശുപത്രിക്ക് പിന്നിലെ മഠത്തിലെത്തി സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ മോഷണശ്രമത്തിനിടെയല്ല കൊലപാതകമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൊലപാതകം നടന്ന ദിവസം പോലീസ് തിരച്ചിലാരംഭിച്ചപ്പോൾ പാലാ മൂന്നാനിയിലെ ഷാപ്പിൽ നിന്നും ഇയാൾ ഇറങ്ങിയോടിയിരുന്നു. പിന്നീട് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും സതീഷ് ബാബുവിനെ കണ്ടെത്താനായിട്ടില്ല. സിസ്റ്റർ അമല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇതേ കോൺവെന്റിൽ വെച്ച് ആക്രമണത്തിനിരയായ സിസ്റ്റർ ജസീന്തയും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ മൊബൈൽ വാങ്ങി തന്റെ പക്കലുള്ള സിം കാർഡ് ഉപയോഗിച്ച് ഫോൺ വിളിക്കുകയാണ് സതീഷ് ബാബുവിന്റെ രീതി. ഇതൊക്കെ പ്രതിയെ തേടിയുള്ള അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. സോഷ്യൽ മീഡിയയിലും അക്കൗണ്ടുള്ള പ്രതിയെ സൈബർ സെല്ലിന്റെയും മറ്റ് ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചുമാണ് തിരിച്ചറിഞ്ഞത്. ഇയാളെ വലയിലാക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറ്റു ഫാമുകളിൽ നടപ്പാക്കിയ ശമ്പള വർധന ആറളത്തും നടപ്പാക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനം. ഫാമിൽ ഒഴിവുള്ള തസ്തികയിൽ ഉടൻ നിയമനം നടത്തുമെന്നും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായി. ഫാമിന്റെ ഫണ്ടിൽ നിന്നും 1/1/2015 മുതൽ അനുവദിക്കുന്നതാണ്. 1/1/2015 നിലവിൽ 240 ദിവസം 240 പ്രവൃത്തി പൂർത്തിയാക്കിയ ആദിവാസി കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതാണ്. ആറളം ഫാമിലെ തൊഴിലാളി സമരം ഒത്തുതീർന്നില്ല. ശമ്പളം വർദ്ധിപ്പിച്ചുള്ള സർക്കാർ ഉത്തരവ് കയ്യിൽ കിട്ടുന്നതുവരെ സമരം തുടരുവാനാണ് തൊഴിലാളികളുടെ തീരുമാന. വിവരങ്ങളുമായി ജോഷ്ല ചേർന്നു. ജോഷ്ല, ഇനി എന്തൊക്കെയാണ് തൊഴിലാളികളുടെ ആവശ്യം? സൗമ്യ, ആറളം ഫാം സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഏറ്റവും അവസാനത്തെ നിമിഷത്തിലേക്ക് കടന്നപ്പോൾ തൊഴിലാളികൾ അവസാനമായി പറയുന്ന ഒരു കാര്യം ഗവൺമെന്റ് ഓർഡർ, ഗവൺമെന്റ് ഉത്തരവ് കയ്യിൽ കിട്ടണം എന്നുള്ളത് തന്നെയാണ്. തൊഴിലാളി നേതാക്കളും അതുപോലെ തന്നെ ഫാം MDയും ശ്രീകൃഷ്ണൻ MLAയും അടക്കമുള്ള നേതാക്കൾ അല്പസമയം മുൻപ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ 3 കാര്യങ്ങൾ തീരുമാനമാക്കി എഴുതി തരാമെന്ന് MD സമ്മതിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തൊഴിലാളികളുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷം മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അത് MDയെ അറിയിക്കാം, അതിനുശേഷം മാത്രമാണ്
ശേഷമാണ് ഒരു തീരുമാനം എടുക്കാമെന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നത് യോഗത്തിൽ. അതുപ്രകാരം തൊഴിലാളികളുമായി അല്പസമയം മുമ്പ് ചർച്ച നടത്തി. എന്നാൽ തൊഴിലാളികളൊന്നും തന്നെ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറല്ല. ഗവൺമെന്റ് ഉത്തരവ് കയ്യിൽ കിട്ടണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് തൊഴിലാളികളിൽ നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊഴിലാളി നേതാക്കൾ മാറി നിന്ന് യോഗം ചേർന്ന് സംസാരിക്കുകയാണ്. എങ്ങനെ ഒരു തീരുമാനത്തിലെത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, കൃത്യമായ ഒരു തീരുമാനത്തിലെത്താനുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് തൊഴിലാളികളോട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കാം. ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിലാണ് സമരം ഒത്തുതീർപ്പാക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ തൊഴിലാളിയുടെ അഭിപ്രായം ജിയോ ഓർഡർ കൈക്കിട്ടിട്ട് സമരം പിൻവലിച്ചാൽ മതി എന്നുള്ള അഭിപ്രായമാണ്. അത് തന്നെ ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അത് ഞങ്ങളിപ്പം രണ്ടാമത് ചർച്ചയ്ക്ക് കയറിയിട്ടുണ്ടല്ലോ. അവർ ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇറങ്ങി വന്നു കഴിഞ്ഞ് തീരുമാനിക്കും. സമരം ഇപ്പോഴും അതിശക്തമായി തുടരും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് തൊഴിലാളികളുള്ളത്. ജിയോ കയ്യിൽ കിട്ടുക, ഗവൺമെന്റിന്റെ ഉത്തരവ് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം സമരം ഒത്തുതീർപ്പാക്കൽ മതി എന്നുള്ള രീതിയിലാണ് തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത്. അത് ഒരുപക്ഷെ MDയുടെ ഒരു തീരുമാനം, MDയും തൊഴിലാളി നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള ഒരു തീരുമാനം, അത് MDയുടെ ഒപ്പോടുകൂടി ഉത്തരവ് പുറത്തിറക്കിയാൽ ഒരുപക്ഷെ സമരം ഇന്ന് ഒത്തുതീർപ്പാകാൻ സാധ്യതയുണ്ട്. ജൂലി, വിവരങ്ങൾ നൽകിയത് ജോഷില. തൊഴിലാളികൾക്കുള്ള ബോണസ് വർദ്ധിപ്പിക്കുവാനാവില്ലെന്ന് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസ്. കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ വിഷമതകൾ ഉണ്ടാക്കുന്നതായും ഹാരിസൺ മലയാളം പ്രസിഡന്റ് ശ്രീ വിനയരാഘവൻ പറഞ്ഞു. സർക്കാർ സഹായമില്ലെങ്കിൽ കമ്പനി പ്രവർത്തനം നിന്നുപോകുന്ന അവസ്ഥയാണെന്നും തൊഴിലാളി സംഘടനകൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പ്രയാസമായ ഈ ഘട്ടം ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ സുഹൃത്തുക്കളും അതിലുള്ള ഞങ്ങളുടെ ജീവനക്കാരും എല്ലാവരും മനസ്സിലാക്കി ഇതിൽ ഒരു സമരത്തേക്കൊക്കെ ഒന്നും പോവാണ്ട്, ഇതൊരു കമ്പനീനെ വീണ്ടും വലിയൊരു വൻ തളർച്ചയ്ക്ക് തള്ളിവിടാണ്ട് ഒന്ന് ഈ സമയത്തിൽ കൂടെ നിന്ന് ഇതിന് പറ്റിയ ഉത്തമമായ ഒരു തീരുമാനത്തിനെടുക്കാൻ സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളൂ. മൂന്നാർ സമരത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്ന് VS. ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കണമെന്നും VS പറഞ്ഞു. ജീവിതം തന്നെ അവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തീരുന്നു. അവിടെ മറ്റൊന്നും ആലോചിക്കാൻ അവർക്ക് കഴിയുമില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ സ്വയം സജ്ജരായി സമരമുഖത്ത് അണിനിരുന്നതിനെ മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെയാണ് ട്രേഡ് യൂണിയനുകൾ സ്വയം വിമർശനത്തിനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭാവി പരിപാടികൾക്ക് രൂപം നൽകേണ്ടത്. ട്രേഡ് യൂണിയനുകളുടെ സഹായം തേടാതെ തന്നെ അവർ സമരമുഖത്തേക്ക് എന്തുകൊണ്ടെത്തി എന്ന് അവരല്ല ചോദിക്കേണ്ടത്, ട്രേഡ് യൂണിയനുകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ച് ഹയർ സെക്കൻഡറി അധ്യാപകരെ സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. സംസ്ഥാന ജീവനക്കാരെയും അധ്യാപകരെയും സ്ഥലം മാറ്റരുതെന്ന ഉത്തരവാണ് ഇതോടെ സർക്കാർ കാറ്റിൽ പറത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും സ്ഥലം മാറ്റരുതെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് ലംഘിച്ചാണ് ഹയർ സെക്കൻഡറി അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഭൂരിഭാഗം സ്കൂളുകളിൽ നിന്നും ജീവനക്കാരുടെ പട്ടിക നൽകിക്കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഉത്തരവിറക്കിയത്. അധ്യയന വർഷത്തിന്റെ മധ്യത്തിലുള്ള ഈ സ്ഥലമാറ്റം ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുമെന്നാണ് വിമർശനം. ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് നടത്തിയ സ്ഥലമാറ്റത്തിന് പിന്നിൽ വൻ അഴിമതിയാണെന്ന് KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ ആരോപിച്ചു. എന്നാൽ ആ നോംസിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ ട്രാൻസ്ഫർ ഇറങ്ങിയിട്ടുള്ളത്. ജില്ലയെ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല, ജില്ലകളിലെ സ്കൂളുകൾ ഓപ്റ്റ് ചെയ്യാൻ അവസരം കൊടുത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷനും കൊടുക്കാതെയാണ് ഏകപക്ഷീയമായി ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അഴിമതി നടത്താനുള്ള വലിയൊരു അവസരം ഇതിന്റെ ഭാഗമായി തുറന്നു കിട്ടുകയാണ്. സ്ഥലം മാറ്റത്തിന്റെ മാനദണ്ഡം പോലും ലംഘിച്ചാണ് ഉത്തരവിറക്കിയതെന്നും ആരോപണമുണ്ട്. S. ഷീജ, തിരുവനന്തപുരം. വല്ലാർപാടം പദ്ധതി അപാകത നിറഞ്ഞതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. LNG പൈപ്പ് ലൈൻ സാധ്യമാകാതെ വല്ലാർപാടം വിജയമാകില്ലെന്നും ഗഡ്കരി. വിഴിഞ്ഞം പദ്ധതിക്ക് എല്ലാ കേന്ദ്ര സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. All infrastructure of that petroleum refinery is ready, but the pipeline work is not going on. So now, if you want to make port viable, you need petroleum refineries and other thing by which you can make the viability of the port. Vallarpadam is basically, that was the plan was wrong.
But still we are trying to find out the way out for that. And regarding this William Port, we have already cleared all the thing. സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് തൊഴിലില്ലായ്മയ്ക്ക് കാരണമെന്ന് ഛത്തീസ്ഗഡിലെ 10ാം ക്ലാസ് പാഠപുസ്തകം. ഛത്തീസ്ഗഡ് ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ പാഠപുസ്തകത്തിലാണ് വിവാദ പരാമർശം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ തൊഴിലില്ലായ്മ കൂടാൻ കാരണം സ്ത്രീകൾ എല്ലാ മേഖലകളിലും തൊഴിൽ ചെയ്യുന്നതിനാലാണെന്ന് പുസ്തകത്തിൽ പറയുന്നത്. ജഷ്പൂർ ജില്ലയിലെ ഒരു അധ്യാപിക ഇക്കാര്യത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. വിഷയം മുഖ്യമന്ത്രി രമൺ സിംഗിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടിയെടുക്കാമെന്ന് കമ്മീഷൻ പരാതിക്കാരിക്ക് ഉറപ്പു നൽകി. ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ച് കൗൺസിൽ ഹാളിനകത്തും നിരാഹാരം തുടങ്ങി. കൗൺസിൽ ഹാളിനകത്ത് നിരാഹാരം പാടില്ലെന്ന് മേയർ വ്യക്തമാക്കിയതോടെ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിൽ വീണ്ടും സംഘർഷമുണ്ടായി. കൊച്ചി ബോട്ട് അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ്. മെച്ചപ്പെട്ട സഹായ പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കൊച്ചി ബോട്ട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം തൃപ്തികരമല്ലാത്തത് കാരണം കൊച്ചി നഗരസഭയ്ക്ക് പുറത്തെ ഇടതുപക്ഷത്തിന്റെ സമരം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം ആരംഭിച്ചത്. ബോട്ട് അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിന് ജുഡീഷ്യൽ അധികാരമുള്ളൊരു കമ്മീഷൻ അനിവാര്യമായി വരുന്നത്. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം അപര്യാപ്തമാണെന്നും മെച്ചപ്പെട്ട സഹായ പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കണമെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. 5 ലക്ഷം രൂപ അപര്യാപ്തമാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് മതിയായ നഷ്ടപരിഹാരം നൽകണം. കടബാധ്യത വന്നിട്ടുള്ളവരുടെ എല്ലാം കടം തിരിച്ചടക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇതാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ധനസഹായം പോലും ഇതുവരെയും മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാനായി കോൺഗ്രസും RSSും രഹസ്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് പിണറായി വിജയൻ. ഇതിന് ഇടനിലക്കാരായി വ്യവസായ പ്രമുഖരെ ഉപയോഗപ്പെടുത്തിയെന്നും മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായിട്ടാണ് ഈ നീക്കത്തെ കാണുന്നതെന്നും പിണറായി പറഞ്ഞു. RSS കോൺഗ്രസ് നീക്കത്തെ ചെറുക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മൊത്തം വിജയത്തെ ഞങ്ങളെ സഹായിക്കുക. കോൺഗ്രസിന്റെ പാക്കേജ് RSSന് ചിലതിൽ താല്പര്യമുണ്ട്, അവിടെ തിരിച്ചങ്ങോട്ട് സഹായിക്കാം. ഈ ഒരു പാക്കേജ് രൂപം കൊള്ളുന്നു. ആ പാക്കേജിന് രൂപം കൊടുക്കാൻ ചില മധ്യസ്ഥന്മാർ വേണം. അതിന് മധ്യവർത്തികളായി ചില വ്യവസായ പ്രമുഖരെ ഉപയോഗിക്കുകയാണ്. അത്തരത്തിലുള്ള വ്യവസായികളെ മധ്യവർത്തികളാക്കി വെച്ച് RSSുമായും ആലോചിച്ച് ഒരു കരാറിൽ എത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മതനിരപേക്ഷതക്കാണ് ഏറ്റവും വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നത്. മതനിരപേക്ഷത ആപത്തിൽപ്പെടുന്നതിനെ തിരിച്ചറിയാൻ എല്ലാ മതനിരപേക്ഷ വിശ്വാസികൾക്കും സാധിക്കണം. കൺസ്യൂമർ ഫെഡ് അഴിമതി ജോയ് തോമസിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. 100 കോടിയുടെ അഴിമതി നടന്നുവെന്ന് വ്യക്തമായ കൺസ്യൂമർ ഫെഡിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കവേ കോഴിക്കോട് UDFൽ കലാപം. കോഴിക്കോട് ചേർന്ന UDF ജില്ലാ കമ്മിറ്റി യോഗം ലീഗ് ബഹിഷ്കരിച്ചു. ജില്ലാ കൺവീനർ സ്ഥാനം JDUവിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ലീഗ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്ത്രങ്ങൾ മെനയാനുള്ള യോഗത്തിൽ നിന്നാണ് ലീഗ് ജില്ലാ നേതൃത്വം വിട്ടുനിന്നത്. കാലാകാലങ്ങളായി കോഴിക്കോട് ജില്ലാ ചെയർമാൻ സ്ഥാനം കോൺഗ്രസിനും കൺവീനർ സ്ഥാനം ലീഗിനുമാണ് നൽകി പോന്നത്. എന്നാൽ JDUവിന്റെ ആവശ്യപ്രകാരം ജില്ലാ കൺവീനർ സ്ഥാനം നൽകാൻ UDF സംസ്ഥാന സമിതി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതാണ് ജില്ലാ ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഘടകകക്ഷികളോട് കൂടിയാലോചിച്ചാണ് സംസ്ഥാന സമിതി തീരുമാനമെടുത്തതെങ്കിലും സംസ്ഥാന ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്ന തീരുമാനത്തിലാണ് ജില്ലാ നേതൃത്വം. കൺവീനർ സ്ഥാനം JDUവിന് വിട്ടുനൽകുന്നത് സംബന്ധിച്ച് UDF ജില്ലാ നേതൃത്വത്തോട് അഭിപ്രായം ആരാഞ്ഞില്ലെന്നും നേതാക്കൾ പരാതി ഉയർത്തുന്നു. സംസ്ഥാന സമിതിയുടെ തീരുമാനം ജില്ലാ നേതൃത്വത്തെ അറിയിക്കുന്നതിലുള്ള കാലതാമസമാകാം ലീഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതിന് കാരണമെന്ന് UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P. ശങ്കരൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UDFന്റെ സംസ്ഥാന നേതൃത്വം എടുത്തൊരു തീരുമാനമാണ്. ബന്ധപ്പെട്ട ഘടകകക്ഷികളുടെയൊക്കെ അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനം. ആ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കാലതാമസം വന്നതായിരിക്കാം അവർ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം.
അത് ഞാനിപ്പോൾ KPCC പ്രസിഡന്റിനെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവരം പറഞ്ഞിട്ടുണ്ട്. മറ്റ് നേതാക്കന്മാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും സംസ്ഥാന നേതൃത്വത്തെ വിവരം അറിയിക്കും. എന്നാൽ UDF യോഗം നടക്കുന്നത് തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല വിശദീകരിച്ചു. ലീഗ് നേതാക്കൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതിനെ JDU നേതാക്കൾ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അതേസമയം വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള P. ശങ്കറിനൊപ്പം വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്തേക്ക് ലീഗ് വരുന്നതിനോട് കോൺഗ്രസ് അംഗങ്ങളും എതിർപ്പുയർത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.